മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലിക്കിടെ സംസ്ഥാന വ്യാപകമായുള്ള വി സതീശൻ അനുകൂല പരസ്യ പ്രതിഷേധത്തിൽ കോൺഗ്രസിൽ അച്ചടക്ക നടപടിക്ക് നീക്കം. 15ഓളം നേതാക്കൾക്ക് KPCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. KPCC വിലക്ക് ലംഘിച്ച് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തിയത് എന്ത് കാരണത്താൽ എന്ന് വിശദീകരിക്കണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ സംഘടനാ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിലുണ്ട്. വിവരങ്ങളുമായി ബിന്നിൽ ലീല സാബു ചേരുകയാണ്. ബിന്നിൽ, എന്തായാലും നടപടിയിലേക്ക് കൂടി പോവുകയാണ്. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. വിവിധ ജില്ലകളിൽ തന്നെ ഈ നടപടിയെടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. തലസ്ഥാനത്ത് ഇന്നലെ 500-ലധികം പ്രവർത്തകരാണ് തെരുവിലേക്ക് ഇറങ്ങി വി സതീശന് അനുകൂലമായി പ്രകടനം നടത്തിയത്. അതിൽ ഉമ്മൻചാണ്ടി ഫ്ലക്സ് അടക്കം നശിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിൽ അച്ചടക്ക നടപടിയിലേക്ക് പാർട്ടി പോവുകയാണ്. 15 പേർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നേതാവ് ചെമ്പഴന്തി അനിലാണ്. അദ്ദേഹം KPCC അംഗമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ പ്രകടനം നടന്നത്. അതോടൊപ്പം തന്നെ അതിൽ INTUC ജില്ലാ പ്രസിഡന്റ് VR പ്രതാപൻ അടക്കമുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു. ഇവർക്കാണ് ഈ KPCCയുടെ നിർദ്ദേശം ഇത്തരത്തിൽ പരസ്യ പ്രകടനത്തിലേക്ക് പോകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയത്. അതിനുശേഷവും ഈ പ്രകടനത്തിലേക്ക് നേതാക്കൾ പോവുകയായിരുന്നു. വി സതീശന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചായിരുന്നു ആ പ്രകടനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് പാർട്ടിക്ക് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കി. എന്ത് കാരണത്താൽ KPCCയുടെ തീരുമാനത്തെ വിലക്ക് ലംഘിച്ച് എന്തിനാണ് ഈ പ്രകടനം നടത്തിയത് വിശദീകരിക്കണം എന്നാണ് ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃപ്തികരമായ മറുപടി ഇല്ലെങ്കിൽ നടപടിയിലേക്ക് പോകാനും KPCC തീരുമാനിച്ചിട്ടുണ്ട്. DCCകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെയൊക്കെ പ്രകടനം ഉണ്ടായോ, പരസ്യ പ്രതിഷേധം എവിടെയൊക്കെ ഉണ്ടായോ ആ ജില്ലകളിലൊക്കെ അതിലുണ്ടായിരുന്ന നേതാക്കൾ, പ്രവർത്തകർ, അതിൽ പ്രധാനപ്പെട്ട ആളുകളോട് വിശദീകരണം ചോദിക്കണം നിർദ്ദേശമാണ് DCCകൾക്ക് നൽകിയിരിക്കുന്നത്. അതിൽ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. ഹൈക്കമാൻഡിനും ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് KPCC നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. കാരണം ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് അടക്കമാണ് നശിപ്പിച്ചത്. അത് പ്രവർത്തകരിൽ വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല KC അനുകൂല പക്ഷം ആ ഒരു കാര്യം മുതലെടുത്താണ്, അല്ലെങ്കിൽ ആ കാര്യം ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ വി സതീശനെ എതിർക്കുന്നത്. വി സതീശന് അനുകൂലമായി വന്ന ആളുകൾ പാർട്ടിയുടെ എക്കാലത്തെയും സമ്പന്നനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സിലടക്കം നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അത് പാർട്ടിക്ക് ഒട്ടും ഭൂഷണമല്ല, പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയിലേക്ക് പോയേ മതിയാകൂ എന്ന നിലപാടിലാണ് KPCC ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് 15 നേതാക്കൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രുജീഷ്.